മിൻമിനി ചേച്ചിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ചേച്ചി. ഉം. ഹായ്. ചേച്ചിയെ കാണുമ്പോൾ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ചേച്ചി ഇന്ദിരയോ ഇവൾ സുന്ദരിയോ പാടി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദേവരംബയോ മോഹിനിയോ മനം മുന്തിയതോ വിഴിമുന്തിയതോ കരം മുന്തിയതോ എനവേ. ചേച്ചി ഇതിപ്പോൾ ഇങ്ങനെ പാടുമ്പോഴും ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാതലിന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ ടീനേജ് പ്രായത്തിൽ ഇടിച്ചു കയറി കണ്ട പടങ്ങളിലൊന്നാണ്. അപ്പോൾ അതിലെല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ എ റഹ്മാൻ്റെ ആ കാലഘട്ടമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നഗ്മ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. ചേച്ചി ശരിക്കും വലംപിരി ശംഖിലാണ് 2 തവണ ആ പാട്ട് തന്നെ പാടിയിട്ട് സമ്മാനം വാങ്ങിച്ചു. യൂണിവേഴ്സിറ്റി ഒരു തലത്തിൽ വർഷം ഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു വർഷം പാടി. 3rd ഇയർ രാധിക തിലകനായിരുന്നു ആ ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് ആയിരുന്നു. പിന്നെയാണ് അത് വേറെ പാട്ടായിരുന്നു. വലംപിരി ശംഖിൽ പാടിയിട്ട് 2 പ്രാവശ്യവും സമ്മാനം കിട്ടി. ഫസ്റ്റ് പ്രൈസ് മാറ്റി പാടിയപ്പോഴാണ് സമ്മാനം നഷ്ടപ്പെട്ടത്. അതെ അതെ. എനിക്ക് തോന്നുന്നു 1991 ജനുവരി 22 എന്ന് പറയുന്ന ഡേറ്റിനാണ് രാജസാറിനെ കണ്ടതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. അന്നും ഇതേ പാട്ട് രാജസാറിനെ പാടി കേൾപ്പിച്ചു. അന്ന് ഒരു കീർത്തനം പാടാൻ പറഞ്ഞപ്പോൾ അതിനുള്ളൊരു സംഗീത വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടുമ്പോൾ പാട്ട് പാടി ഞാൻ പറഞ്ഞില്ല ഇല്ല, കീർത്തനം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ രാജസാർ പറഞ്ഞത് ഇവിടെ നിന്നോ, ഇവിടെ കുറേ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് ശരിക്കും തമിഴിലെ ബ്രേക്ക് സംഭവിക്കുന്നത്. ആ ദിവസം തന്നെ ചേച്ചി വീട്ടിലേക്ക് പോയപ്പോഴാണ് പുറകെ ആൾ വന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. അതായത് ആദ്യത്തെ ദിവസം ചെന്നത് ജെറിമാഷിന്റെ വീട്ടിലേക്കാണ്. ചെന്നൈയിലെ ആകെ ജെറിമാഷിന്റെ വീട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. മാഷിന്റെ വർക്കിന് ആദ്യം ഞാൻ 2 പ്രാവശ്യം ചെന്നൈക്ക് പോയിട്ടുണ്ട്. താണ്ഡവം എന്ന് പറയുന്ന സിനിമയും ചുവന്നങ്കി, പിന്നെ കുറെ ഡിവോഷണൽസ്, ഭജൻസ്, അങ്ങനത്തെ റെക്കോർഡിങ്സിന് വേണ്ടി മാഷ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ജയനങ്ങൾ ഈ രാജസാറുമായിട്ടുള്ള റെക്കോർഡിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. റെക്കോർഡിങ്ങിനല്ല, അത് ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ചാൻസ് കിട്ടുമോ കിട്ടൂലെന്നൊന്നും ആർക്കും അറിയില്ല. ആകെ പരിചയമുള്ള ജെറിമാഷിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ജയനങ്ങൾ അവിടെ വന്നു. എന്നെക്കൊണ്ട് ജെറിമാഷും അങ്കിളും കൂടി ഇരുന്നിട്ടാണ് ഏതൊക്കെ പാട്ട് പാടണം രാജാ സാറ് പറയുമ്പോൾ. അവിടെ എനിക്ക് ക്ലാസിക്കൽ അറിയില്ല എന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് വലംപിരി ശംഖിൽ ഒരെണ്ണം പാടാം, പിന്നെ ഷൺമുഖപ്രിയ രാഗമോ എന്നുള്ള പാട്ട്, അരുന്ധതി ചേച്ചി പാടിയ പാട്ട്, അതും പാടാം. അങ്ങനെ 2 എന്നെ പാടിപ്പിച്ചു അവിടെ വെച്ച്. ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ എൻ്റെ അപ്പച്ചനെയും കൊണ്ടുപോയി. അവിടെ ചെന്നു. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ വിട്ടുപോയേക്കാട്ടോ. അവിടെ എനിക്ക് ഓർമ്മകൾ മങ്ങി വരികയല്ലേ, വയസ്സായി തുടങ്ങിയില്ലേ. അപ്പം അന്ന് രാജാ സാറിൻ്റെ കമ്പോസിങ് ആ സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് സാറുണ്ടായിരുന്നു, അമരങ്ങളുണ്ട്, ഗംഗാമരൻ സാറുണ്ടായിരുന്നു, വാലി സാറുണ്ടായിരുന്നു, പിന്നെ ഞാൻ, അപ്പച്ചൻ, ജയനങ്ങൾ. അങ്ങനെ ഞങ്ങൾ സാറിനെ കണ്ടു. പേര് ചോദിച്ചു. പേര് മിനിയാ അപ്പടി ഒരു പേരാ എന്ന് ചോദിച്ചു. പിന്നെ അപ്പം എനിക്ക് ഒട്ടും തമിഴ് അറിയില്ല സംസാരിക്കാൻ. പറയണത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നീടാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത്, ഇതൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളത്. ഒരു കീർത്തനം പാട്. കീർത്തനം എനിക്കറിയില്ല. അപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. അപ്പോൾ ഏതാ അത് തെരിഞ്ച പാട്ട് പാടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലംപിരി ശംഖിൽ ആദ്യം പാടി. അപ്പോൾ സാർ അത് പാടി കഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു, ഇത് നീ എത്ര പ്രാവശ്യം കേട്ടാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പാട്ട് പഠിച്ച കഥയൊക്കെ ഭയങ്കര വലിയൊരു കഥയാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ല അവിടെ. എന്നുവെച്ചാൽ ആ പാട്ട് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കറണ്ടില്ല, കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വയറിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയം, പക്ഷെ വീട്ടിലേക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മേലെയുള്ള 2-3 ഇങ്ങനെ തട്ടുകളായിട്ടുള്ള വീടുകളാണ്. ഇവിടെ ഒരു സ്ഥലമാണെങ്കിൽ പിന്നെ ഒരു വലിയ തട്ട് കഴിഞ്ഞ് പിന്നെ ഒരു വീട്,
അങ്ങനെ അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് വീടുകൾ. ആലുവയിൽ തന്നെയല്ലേ ഇത്? ആ, കീഴ്മാട്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്രാമമല്ലേ. അപ്പം ഞങ്ങളുടെ ഒരു 3-4 വീടിന് മുമ്പ് വരെ കറണ്ടുള്ളൂ. അപ്പോൾ ആ വീട്ടിലെ ചേട്ടന്മാർ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പാട്ടുകൾ അവിടെ ഉറക്ക വയ്ക്കും. ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ച പാട്ടാണ് വലംപിരി ശങ്കില്. 4-5 പ്രാവശ്യം കേട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു പാട്ട് പാട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അരുന്ധതി ചേച്ചിയുടെ പാട്ട് പാടി. അത് ഫുള്ളും കേട്ടിരുന്നു സാർ. നാട്ടിക്ക് തിരിച്ചു പോകണ്ട, ഇവിടെ നിന്നാ മതി, ഇവിടെ പാട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എൻ്റെ ഡയറിയിൽ ഓരോ മാസങ്ങളിലെ ഒഴിവുള്ള ദിവസങ്ങളേ ഇല്ല എഴുതിയിട്ടിട്ടുള്ളത്. അതുപോലെ റെക്കോർഡിങ്സ് ആണ്, ഗാനമേളകളാണ് നാട്ടില്. അപ്പൊ നമുക്കതല്ലേ പരിചയമുള്ളൂ. ഇത് ഏത് ലോകമാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അയ്യോ എനിക്ക് പോണം പറയുമ്പോ അപ്പച്ചൻ എൻ്റെ കൈമ കയറി പിടിച്ചു. സാറ് പറയണ പോലെ ചെയ്യാം. അന്ന് ശരിക്കും ഇളയരാജ ആരാണെന്ന് അറിയില്ല ചേച്ചി. ചേച്ചി ഒരുപാട് പാട്ടുകൾ രാജസാറിന് വേണ്ടി പാടിയിട്ടുണ്ട്, ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അടിപ്പൂങ്കുയിലേ പൂങ്കുയിലേ ആ പാട്ടൊക്കെ ഭയങ്കര രസമുള്ള പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മനോജ് സാറിന്റെ കൂടെയും കുറേ നല്ല പാട്ടുകൾ SPBയുടെ കൂടെ പാടിയിട്ടുണ്ട്. മനോജ് സാറുമായിട്ടുള്ള കോംബോയിൽ പലതരത്തിലുള്ള സാധനങ്ങൾ, ചിലപ്പോൾ ചേച്ചി ആയിരിക്കും ചില എക്സ്പ്രഷൻ ഇടുന്നത്, ചിലപ്പോൾ മനോജ് സാറിന്റെ ചില എക്സ്പ്രഷൻ ഇടും. SPB പിന്നെ എക്സ്പ്രഷൻ്റെ ആളാണ്, അത് വേറെ ലെവലിലുള്ളൊരു സംഭവമാണ്. ചേച്ചി ആ കാലഘട്ടം ഒക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 10-13ഓളം പാട്ടുകളൊക്കെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്? എല്ലാ ദിവസവും ഒന്നല്ല, പക്ഷെ അങ്ങനെ പാടിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ സമയമില്ലേ, ആ കാലമില്ലേ, എങ്ങനെയായിരുന്നു അവിടെ ചെന്നൈയിലൊരു ജീവിതവും? ഇല്ലെങ്കിൽ രാജസ്ഥാന്റെ സ്റ്റുഡിയോയിൽ സ്ഥിരം പോയിട്ട് പാട്ട് പാടുക, ആ സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചേച്ചി പാടുന്നുണ്ടായിരുന്നു. അപ്പം ഈ ടൈം ഷെഡ്യൂളൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ കാലം ഒന്ന് പറയൂ? അതായത് രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ വിത്ത് ഓർക്കസ്ട്രയാണ് റെക്കോർഡിങ് ചെയ്യുക. ഞാനൊരു പുതിയ ആളല്ലേ. അപ്പം ലവ് പാടുമ്പോൾ അത് പക്ഷെ അത് ഓർക്കസ്ട്രയുടെ കൂടെ അല്ല ഞാൻ പാടിയത്. ഞാൻ ചെല്ലുമ്പോൾ ഈ പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് ട്രാക്ക് ഞാൻ പാടി മിക്സ് ചെയ്യായിരുന്നു, വോയിസ് മിക്സ് ചെയ്യായിരുന്നു. അപ്പോൾ മനോണ്ണനും ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള റെക്കോർഡിങ്സ് എല്ലാം, മിക്ക റെക്കോർഡിങ്സും 7-1 കോൾ ഷീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2-7 അങ്ങനെ. അപ്പോൾ അത്രയും സമയം ഓർക്കസ്ട്രയുടെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, നാട്ടിലുള്ള പോലെ തന്നെ നാട്ടിലും അങ്ങനെ തന്നെ ഒരു ട്രാക്ക് പാടിയിട്ടുള്ളൊരു റെക്കോർഡിംഗ് ആയിരിക്കില്ല സാധാരണ. ഞാൻ പാടിയിട്ടുള്ളതെല്ലാം വിത്ത് ഓർക്കസ്ട്രയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ ചെന്നപ്പോഴും. അപ്പോൾ അവിടെ ലഞ്ച് ബ്രേക്കിൽ കുറച്ച് സമയം കിട്ടും. 7-1 എന്ന് പറയുമ്പോൾ നമ്മൾ 9 o'clock 10-നൊക്കെ എത്തിയാൽ മതി സ്റ്റുഡിയോയിൽ സിംഗർ. അപ്പോൾ ഞാൻ അങ്ങനെ ആ സമയത്താണ് എത്താറ്. അപ്പോൾ അതുവരെയുള്ള ടൈം ഉണ്ടല്ലോ, 7-9 അങ്ങനെയൊക്കെ. അപ്പോൾ ആ സമയത്ത് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകൾ വേറെ സ്റ്റുഡിയോയിൽ. ഇപ്പോൾ അത് അടുത്തടുത്താണ് എല്ലാ സ്റ്റുഡിയോസും. കുറച്ച് ദൂരം ഉള്ള സ്റ്റുഡിയോ റെമി സ്റ്റുഡിയോ ആയിരുന്നു. അത് സാന്തവും വരെ പോകണം. പക്ഷേ AVM, പ്രസാദ്, ഭരണി, ആ സ്റ്റുഡിയോസ്, കോതണ്ടപാണി, ഇതെല്ലാം വടപഴനിയിൽ തന്നെയാണ്. എല്ലാം അടുത്തടുത്തുള്ള സ്റ്റുഡിയോസാണ്. അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിന് വേണ്ടി ഒരുപാട് സമയമൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇന്ന സമയത്ത് ഇന്ന സ്റ്റുഡിയോ. അപ്പോൾ അത് കഴിയുമ്പോൾ AVMGക്ക് അമ്മ എന്ന് പറയുമ്പോൾ AVMG തൊട്ടടുത്താണ്, തൊട്ടടുത്ത് പോവും, പാടും. അതൊക്കെ മിക്സിങ് ആയിരിക്കും, വോയിസ് മിക്സിങ് ആയിരിക്കും. അതുകൊണ്ടാണ് 13 പാട്ടൊക്കെ പാടി എന്ന് പറയുമ്പോൾ ചിലർക്ക് തോന്നും ഇത്ര ഓർക്കസ്ട്രയൊക്കെ വെച്ച് 13 പാട്ടൊക്കെ ഒരു ദിവസം എങ്ങനെ എടുക്കും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അത് വെറുതെ പറയണതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയണത്. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 9 o'clock ഞാൻ സ്റ്റുഡിയോയിൽ, രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയാൽ 1 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. അതിനുള്ളിൽ വിത്ത് ഓർക്കസ്ട്ര പാടും. പക്ഷെ അതിന് മുൻപുള്ള ഈ 7-9 എന്നുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് അരമണിക്കൂർ മതി ചില പാട്ടുകൾ പാടാൻ. അത്രയും സ്പീഡായിരുന്നു അന്ന്. ചെല്ലും, എഴുതിയെടുക്കും, പാട്ട് പഠിക്കും, ഉടനെ പാടും. അടുത്ത സ്റ്റുഡിയോയിൽ ചെല്ലും, പഠിക്കും, പാടും. ഇത് ഞാൻ മാത്രമല്ല, ചിത്ര ചേച്ചിയും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇതിലൊരു എനിക്കൊരു അതിശയോക്തി എന്ന് പറയാൻ തോന്നാറില്ല. കാരണം എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്.